ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് ടാക്സേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ എന്താണ് ഈ ടാക്സ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആൾക്കാരുടെ വെൽഫെയറാണ്. അവിടെയുള്ള സിറ്റിസൺസിൻ്റെ വെൽഫെയർ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് മറ്റ് ഡെവലപ്മെൻറ്റൽ നീഡ്സ്, ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്കാക്കാം. അതായത് സിറ്റിസൺസിൻ്റെ വെൽഫെയറിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹെൽത്ത് കെയർ ആണെങ്കിലും, അവരുടെ വിദ്യാഭ്യാസം ആണെങ്കിലും, അവർക്ക് തൊഴിൽ കൊടുക്കുന്നതാണെങ്കിലും, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി, പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ നീഡ്സ്, ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഗവൺമെൻറ്റിന് എന്താവശ്യമാണ്? റവന്യൂ ആവശ്യമാണ്, പണം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഗവൺമെൻറ്റിന് ആ റവന്യൂ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സേഷനാണ് അവിടുത്തെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് വെൽഫെയർ എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാക്സേഷൻ കൊണ്ടുപോകുന്നു. മറ്റൊരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങും, എന്നിട്ട് എല്ലാ പബ്ലിക്കിനും മൊത്തത്തിൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ആ ഒരു റവന്യൂ യൂസ് ചെയ്യും. പക്ഷേ ആർക്കും അവർ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന ആ ഒരു മണി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കാൻ താല്പര്യം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാക്സ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റി? കമ്പൽസറി ആക്കി മാറ്റി. അതായത് ഗവൺമെൻറ്റിന് പബ്ലിക്ക് കൊടുക്കണം എന്ന് നിർബന്ധമാക്കിയതാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളിൽ ടാക്സ് വരുത്താം? ഇൻകത്തിൻ്റെ നമുക്ക് ടാക്സ് വാങ്ങാം, അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ്, വെൽത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സിൻ്റെ കോസ്റ്റ്, അതല്ലെങ്കിൽ സർവീസ്, ട്രാൻസാക്ഷൻ, ഇതിനെല്ലാത്തിനും ടാക്സ് ഇമ്പോസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന വരുമാനം അതനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് എത്ര സ്വത്തുണ്ട് അതിനനുസരിച്ച്. പിന്നെ നമുക്ക് ബിസിനസ് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിനനുസരിച്ച് നമ്മളൊരു ടാക്സ് പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങുകയാണ്, ആ ഗുഡ്സിൻ്റെ വിലയ്ക്കനുസരിച്ച് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് ടാക്സേഷൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടാക്സേഷൻ ഉള്ളതെന്നുള്ളൊരു കാര്യം. ഇനി നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത് മെയിനായിട്ട് നമ്മൾ ഡെഫിനിഷൻ പറയുമ്പം ആ ഒരു ടേം എവിടെ നിന്ന് വന്നു, അത് ഏത് ടേമിൽ നിന്നാണ് വന്നത്, അതിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ടാക്സോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ എക്സ്പ്രഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ടാക്സോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടാക്സോയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂ, അതല്ലെങ്കിൽ കമ്പ്യൂട്ട് എന്നൊക്കെ ഉള്ളൊരർത്ഥമാണ്, കണക്കാക്കുക എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ ഈ ഒരു ടേം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് മെയിനായിട്ടും ഈ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ എന്നുള്ളൊരർത്ഥത്തിനേക്കാൾ ഉപരി കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ടാക്സ് എന്നുകൊണ്ട് നമ്മളൊരു സംഭാവന കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. ആ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടാക്സിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ടാക്സിനെ പറ്റി നമുക്കൊരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ടാക്സ് ഇസ് എ കമ്പൽസറി എക്സാക്ഷൻ ഓഫ് മണി ബൈ പബ്ലിക് അതോറിറ്റി ഫോർ പബ്ലിക് പർപ്പസസ് എൻഫോഴ്സിബിൾ ബൈ ലോ ആൻഡ് ഈസ് നോട്ട് പേയ്മെൻറ്റ് ഫോർ സർവീസസ് റെൻഡേർഡ്. അപ്പം ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 1-2 പോയിൻറ്റ്സ് ഉണ്ട്. ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി എക്സാക്ഷൻ ആണ്. എക്സാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ഒരു എമൗണ്ട് പിരിച്ചെടുക്കുന്നതിനാണ്, നമ്മളെ ഫോഴ്സ് ചെയ്ത് നമുക്ക് ആ ഒരു കമ്പൽസറി ആയിട്ട് പേ ചെയ്യാൻ നമ്മളോട് പറയുന്നതാണ് എക്സാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കമ്പൽസറി എക്സാക്ഷൻ ഓഫ് മണിയാണ് ടാക്സ് എന്ന് പറയുന്നത്. അത് ആരായിരിക്കും? ഒരു പബ്ലിക് അതോറിറ്റി ആയിരിക്കും നമ്മളോട് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പബ്ലിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മളൊരു സർവീസ് റെൻഡർ ചെയ്യുന്നതിന് പകരമായിട്ടൊരു പേയ്മെൻറ്റ് നൽകുന്നതല്ല. നമുക്കൊരു സർവീസ് കിട്ടുന്നു, അതിന് പകരം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു, അങ്ങനല്ല വരുന്നത്.
പകരം നമ്മളൊരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ലോ എൻഫോഴ്സ് ചെയ്യുന്ന തരത്തിൽ ഒരു പബ്ലിക് അതോറിറ്റി കമ്പൽസറി ആയിട്ട് നമ്മുടെ നിന്ന് വാങ്ങുകയാണ്. ആ കമ്പൽസറി എക്സാക്ഷനെയാണ് നമ്മൾ ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ടാക്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ടാക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ട് പറ്റും. അതായത് ഒന്നാമത്തേതാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ കമ്പൽസറി പേയ്മെൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് വോളണ്ടറി പേയ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ അല്ല, പകരം കമ്പൽഷൻ്റെ പേരിൽ ആൾക്കാർ പേ ചെയ്യുന്നതാണ്. അതാണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഈ മോഡേൺ സ്റ്റേറ്റിൽ കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണ്, അല്ലാതെ ആരും അവർ ഏൺ ചെയ്യുന്ന ആ ഒരു ഇൻകം ഒന്നും എടുത്ത് ടാക്സ് ആയിട്ട് അടയ്ക്കാനായിട്ട് താല്പര്യപ്പെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പൽഷൻ എന്ന് പറയുന്നത് മോഡേൺ സ്റ്റേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് നോ ക്വിഡ് പ്രോക്കോ. അപ്പോൾ ക്വിഡ് പ്രോക്കോ അവിടെ ഇല്ല. ഈ ക്വിഡ് പ്രോക്കോ എന്നുള്ള കാര്യം നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞതാണ്. ഈ ഒരു ടേം പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ട് പകരം നമ്മളൊരു സർവീസ് റെൻഡർ ചെയ്യാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പൈസ കൊടുക്കുന്നു, തിരിച്ച് നമുക്ക് സാധനം കിട്ടുന്നു. അതൊരു ക്വിഡ് പ്രോക്കോയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുമുണ്ട്, തിരിച്ച് നമുക്ക് ഇത് കിട്ടുന്നതുമുണ്ട്. അവിടെ സ്പെഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ ക്വിഡ് പ്രോക്കോ ഇല്ല. കാര്യം അത് എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് പേയർക്ക് ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല. പൊതുവെ പബ്ലിക്കിന് കിട്ടുന്ന കൂട്ടത്തിൽ ആ ഒരാൾക്കും കിട്ടാം, അതല്ലാതെ ആ ഒരു ടാക്സ് പേയറിന് പെർട്ടിക്കുലറായിട്ട് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ക്വിഡ് പ്രോക്കോ എലമെൻ്റ് ഇല്ല. ആരൊക്കെ തമ്മിൽ? ടാക്സ് പേയറും ആ മണി കളക്ട് ചെയ്യുന്ന പബ്ലിക് അതോറിറ്റിയും തമ്മിൽ ഒരു ക്വിഡ് പ്രോക്കോ വരുന്നില്ല അവിടെ. അടുത്ത മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് ടാക്സ് ഇസ് പേയബിൾ ഇൻ മണി. അപ്പോൾ ഈ ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അടയ്ക്കേണ്ടത്? നമ്മൾ എന്തെങ്കിലും പകരം വേറെ എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ടാക്സ് എമൗണ്ടായിട്ട് നമ്മൾ മണിയായിട്ട് തന്നെ അത് അടച്ചിരിക്കണം, നമ്മൾ പണമായിട്ട് തന്നെ ടാക്സ് കൊടുത്തിരിക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും സർവീസിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് പബ്ലിക് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂ എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പബ്ലിക് വെൽഫെയറിനും പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന കളക്ട് ചെയ്യുന്ന ടാക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടാക്സ് പേയർക്ക് മറ്റ് ആൾക്കാരുടെ കൂടെ ഉള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും, അല്ലാതെ സ്പെഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല. മറ്റ് ആൾക്കാർക്ക്, അതായത് പബ്ലിക്കിന് കിട്ടുന്ന ആ ഒരു പബ്ലിക് വെൽഫെയറിന് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ പബ്ലിക്കിന് കിട്ടുന്ന കൂട്ടത്തിൽ ആ ഒരു ടാക്സ് പേയർക്കും കൂടി കിട്ടാം. അപ്പോൾ ഇങ്ങനെ 4 എണ്ണമാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം കമ്പൽഷൻ, പിന്നെ നോ ക്വിഡ് പ്രോക്കോ, അതുപോലെ ടാക്സ് ഇസ് പേയബിൾ ഇൻ മണി, ദെൻ പബ്ലിക് പർപ്പസ്. ഇത്രയും കാര്യം ഓർക്കുക. ടാക്സിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ക്യാരക്ടറിസ്റ്റിക്സും അതിന് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എപ്പോഴും 4 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. കാനൺസ് ഓഫ് ടാക്സേഷൻ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആഡം സ്മിത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഫേമസ് ബുക്കിൻ്റെ അകത്താണ് ഈ ഒരു കാനൺസ് ഓഫ് ടാക്സേഷനെ പറ്റി പറയുന്നത്. ആൻഡ് ഈ ഒരു ബുക്കിൻ്റെ അകത്ത് മെയിനായിട്ട് ആഡം സ്മിത്ത് 4 കാനൺസിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്. അതാണ് ഈ കാനൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 4 പ്രിൻസിപ്പിൾസ് പറയുമ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് ഒറിജിനൽ ഓർ മെയിൻ കാനൺസ് ഓഫ് ടാക്സേഷൻ എന്നുള്ളത്. അതിൻ്റെ പേരങ്ങനെയാണ്. അപ്പം അതെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെജിസ്ലേച്ചർ ഈ ടാക്സായിട്ട് ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഈ 4 കാനൺസ് ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ 4 പ്രിൻസിപ്പിൾസ് ലെജിസ്ലേച്ചർ ഫോളോ ചെയ്തിരിക്കണം. അതിൽ ആദ്യം പറയുന്നതാണ് ഇക്വാലിറ്റി ഓർ എബിലിറ്റി എന്നുള്ള കാര്യം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ ആൾക്കാരോടും അവരെ ഒരുപോലെ കമ്പൽ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻകത്തിനും എബിലിറ്റീസിനും അനുസരിച്ച് എന്തെങ്കിലും ഒരു ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നവരെ കമ്പൽ ചെയ്യണം. എല്ലാ ആൾക്കാരെയും കമ്പൽ ചെയ്യണം. ഒരു കുറച്ച് ആൾക്കാരെ മാത്രം കമ്പൽ ചെയ്യുക, ബാക്കിയുള്ളവരെ ഒഴിവാക്കി വിടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ
ടാക്സേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം. എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഈക്വൽസ് ഷുഡ് ബി ടാക്സ്ഡ് എലൈക്ക്. ഈക്വൽസിനെയും അൺഈക്വൽസിനെയും ഒരുപോലെ നമ്മൾ ടാക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇക്വാളിറ്റി അവിടെ വേണം എന്ന് പറയുമ്പം എന്താ നമ്മൾ പറയുന്നത്, എല്ലാവരും ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാവർക്കും ഒരേ ടാക്സ് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈക്വൽസ് ആൻഡ് അൺഈക്വൽസ് ഷുഡ് നോട്ട് ബി ടാക്സ്ഡ് ലൈക്ക്. ഈക്വൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അവർക്ക് ഒരേ തരത്തിൽ അവരുടെ ഉള്ളിലൊരു ഇക്വാളിറ്റി വേണം. അൺഈക്വൽസ് ആണെന്നുണ്ടെങ്കിൽ അവരെ ആ രീതിക്ക് ടാക്സ് ചെയ്യണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് ആരാണോ അവരുടെ അടുത്ത് നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു കാറ്റഗറിയും കാണും, അവരെല്ലാം ഒരു ഈക്വൽസ് ആണ്. ഈ അല്ലാത്ത കുറച്ച് ഏൺ ചെയ്യുന്നവരെല്ലാം ഒരു കാറ്റഗറി, അവരൊക്കെ മറ്റിതായിട്ട് വരുന്നതാണ്, അൺഈക്വൽസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ടാക്സ് ഏറ്റവും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വേണം ടാക്സ് കൂടുതൽ പിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുള്ള പറയുന്നത് അതിനനുസരിച്ച്. അതാണ് ഈ ഇക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരേ ടാക്സിൻ്റെത് വരണം എന്നല്ല പറയുന്നത്. ഈക്വൽസ് ഷുഡ് ബി ടാക്സ്ഡ് ലൈക്ക്. ആ ഒരു കാര്യമാണ് നമ്മളവിടെ ഓർക്കേണ്ടത്. ആൻഡ് രണ്ടാമത്തതാണ് സെർട്ടേനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ സെർട്ടേനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വലും പേ ചെയ്യേണ്ട ടാക്സ് സെർട്ടൈൻ ആയിട്ട് പറയണം, അതായത് സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ടൈം ഓഫ് പേയ്മെൻറ്റ്, മാനർ ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് പേയ്മെൻറ്റ്. അപ്പം ഇത് അവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. അൺആംബിഗ്യുവസ് ആയിരിക്കണം. ആംബിഗ്യുവസ് ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. എത്ര എമൗണ്ടാണ് പേ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ആരാണോ ടാക്സ് അടയ്ക്കുന്നത് ആ ആൾക്കാർക്ക് ഇത് അറിയുകയും വേണം. ഇവരെപ്പോഴാണ് അടയ്ക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് അടയ്ക്കേണ്ടതെന്നുള്ള കാര്യം അവർക്കത് അറിയിച്ചിരിക്കുകയും വേണം. ഇതാണ് സെർട്ടൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് കൺവീനിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ലെവി ചെയ്യുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ വേണം. കോൺട്രിബ്യൂട്ടേഴ്സിന് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ വേണം ടാക്സ് പിരിച്ചെടുക്കാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ഒരു ആളുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള ടാക്സ് അറ്റ് എ ടൈം പിരിക്കാൻ പാടില്ല, ലെവി ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അവരോട് പേ ചെയ്യണം എന്ന് ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല. ആ സെയിം ടൈം പല ടാക്സുകൾ പേ ചെയ്യാനായിട്ട് അവരെ നിർബന്ധിക്കരുത്. ഇതാണ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നാലാമത്തെയാണ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, നമ്മുടെ ടാക്സിൻ്റെ പർപ്പസ്, ടാക്സേഷൻ്റെ പർപ്പസ് എന്താണ്, റവന്യൂ കളക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതായത് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ടാക്സേഷൻ്റെ പർപ്പസ്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് ആ കളക്ട് ചെയ്ത ടാക്സിനേക്കാളും കൂടുതലാവാൻ പാടില്ല ആ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതെപ്പോഴും കുറവായിരിക്കണം. ഏതിനേക്കാളും, കളക്ട് ചെയ്ത ടാക്സിനേക്കാളും കുറവായിരിക്കണം അതിനുണ്ടായ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം എക്സ്പെൻസിൽ വേണം ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഇക്കണോമിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ റവന്യൂ പർപ്പസിന് വേണ്ടിയിട്ടാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ കളക്ഷൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് അവിടെ ആകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ പ്രൊസീഡ്സും ഈ ആരാണോ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവർ ഇത് പകുതി ടാക്സും അവരങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് തന്നെ ഒരു അർത്ഥം ഇല്ലാതായിപ്പോവും. അപ്പോൾ അതാണ് ഈ ഒരു ഇക്കണോമിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങളാണ് അവിടെ കാനൺസ് ഓഫ് ടാക്സേഷനകത്ത് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് ആണ് ഇത് കൊണ്ടുവന്നത്. വെൽത്ത് ഓഫ് നേഷൻസ് പറയുന്ന ഒരു ബുക്കിൻ്റെ അകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ഒറിജിനൽ ഓർ മെയിൻ കാനൺസ് ഓഫ് ടാക്സേഷൻ എന്നുള്ളതാണ്. അപ്പം 4 എബിലിറ്റി ഓർ ഇക്വാളിറ്റി, ദെൻ രണ്ടാമത് പറഞ്ഞത് സെർട്ടിനിറ്റി, ആൻഡ് അടുത്തത് കൺവീനിയൻസ്, നാലാമത്തതാണ് ഇക്കണോമി എന്നുള്ളത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലോ ഓഫ് ടാക്സേഷൻ്റെ ഒരു ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ.
അതായത് എന്തിനാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്, ടാക്സേഷൻ കൊണ്ടുവന്നത്, ദെൻ ടാക്സിൻ്റെ ഡെഫിനിഷൻ ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ കാനൺസ് ഓഫ് ടാക്സേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ കാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.